Hi friends, we will very tasty and healthy sweet recipe. It is very simple to try. You try it. അതിനായിട്ട് നമ്മൾ ഇവിടെ അരമുറി തേങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. വേറെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അര കപ്പ് പഞ്ചസാര വേണം. പിന്നെ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് വേണം. ഒരു ഫ്ലേവറിന് വേണ്ടി 3-4 അല്ലി ഏലക്ക. അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങ നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരിഞ്ഞു വരുന്ന പരുവം വരെ അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആകുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർക്കാൻ നന്നായിട്ട് അരച്ചെടുക്കാനേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് വെച്ച് അടുത്തതായിട്ട് ഇത് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ഗ്യാസ് കത്തിച്ചൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ അര കപ്പുള്ള ക്യാരറ്റ് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. എണ്ണയും നെയ്യൊന്നും നമ്മൾ ചേർക്കണ്ട. ചുമ്മാ ഒന്ന് നന്നായിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ഉണക്കുന്ന പരുവത്തിലാക്കി എടുക്കുക എന്നുള്ളൂ. A few minutes later. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ടുള്ള തേങ്ങ മൂപ്പിച്ചെന്നെടുക്കാം. അടുത്തതായിട്ട് നമ്മളിപ്പം ക്യാരറ്റ് ചെയ്ത സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ഈ നെയ്യിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒട്ടിയൊട്ടിയിരിക്കുന്ന തേങ്ങ എല്ലാം ഒന്ന് വിട്ട് വരുന്നിടം വരെ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അര കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായിട്ട് തേങ്ങയായിട്ടൊന്ന് ഒട്ടി വരുന്നിടം വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 12 seconds later. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് തേങ്ങയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ 4 അല്ലി ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ച് ചേർക്കുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് മൊത്തം ഒന്ന് മിക്സ് ആക്കിയ ശേഷം അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണക്കി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 1 hour later. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സാധനം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് യോജിച്ച് പഞ്ചസാരയും തേങ്ങയും ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇതെല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഒന്നെങ്കിൽ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ മുറിച്ചെടുക്കുക, അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതാക്കി എടുക്കാം. ഞാനിവിടെ റൗണ്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ കയ്യിലിങ്ങനെ ഓരോ ഉരുളയായിട്ട് എടുത്ത് നമുക്ക് പഞ്ചസാര ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അവനവന് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക. പഞ്ചസാരയിലൊന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇതും ആക്കിയെടുക്കണം. ഇതെല്ലാം റൗണ്ട് ഷേപ്പിലാക്കി എടുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ സെറ്റ് ആയതിനു ശേഷം എടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ റൗണ്ട്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം എടുക്കാവുന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാകാതെ നമുക്ക് ഈ ഇതിൽ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. എങ്കിലും ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 30 minutes later. ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയോട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.
ഇനി ഒരു പുതിയൊരു വീഡിയോ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.